ഓക്കെ, നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഹയർ പർച്ചേസറും ഹയർ വെൻഡറും രണ്ടാൾക്കിടയിലാണ് ഈ HP സിസ്റ്റം റൺ ആവുന്നത്. ശരിയല്ലേ? രണ്ടാൾക്കിടയിലല്ലേ? ആണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഒരാളുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെ അക്കൗണ്ടിങ് ആസ്പെക്ട്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ഹയർ പർച്ചേസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഒരാള് ഒരു കാറ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ഒരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഹയർ വെൻഡറുടെ അടുത്ത് പോയി. ഓക്കെ, അയാളുടെ അടുത്ത് എന്ത് വാങ്ങിക്കുന്നു? അസറ്റ് വാങ്ങിക്കുന്നു. ക്ലിയർ? ഇപ്പൊ ഫസ്റ്റ് ജേണൽ എൻട്രി അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ എന്താണ്? അസറ്റ് അക്വിസിഷൻ അല്ലെ, അല്ലെങ്കിൽ അസറ്റ് അക്വയർഡ്, അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് അസറ്റ് അല്ലെ. ഇതിനെ നമ്മൾ പർച്ചേസ് ഓഫ് അസറ്റ് എന്നും പറയാം. അസറ്റ് വാങ്ങുന്നു, അതല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ്? ആണ്. അങ്ങനെയാണെങ്കിൽ ഹയർ വെൻഡറുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? അയാൾ വാങ്ങണമെങ്കിൽ ഇയാൾ ഇത് വിൽക്കണം. സോ ഹയർ വെൻഡറുടെ ബുക്കിലെ ഫസ്റ്റ് ജേണൽ എൻട്രി, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെയിൽ ഓഫ് അസറ്റ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഗുഡ്സ് ആണ്. സെയിൽ ഓഫ് ഗുഡ്സ്. ക്ലിയർ ആണോ? സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ ജേണൽ എൻട്രിയിലേക്ക് കടന്നില്ല. നമ്മൾ ആദ്യം എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് ആദ്യം നോക്കി വരാണ്. അപ്പം ഗുഡ്സ് വാങ്ങണമെങ്കിൽ, നോ ഡൗട്ട് അസറ്റ് വാങ്ങണമെങ്കിൽ യു ഹാവ് ടു പേ സംതിങ് വൈൽ സൈനിങ് ദി അഗ്രിമെന്റ്, ദാറ്റ് ഈസ് കോൾഡ് ഡൗൺ പേയ്മെന്റ്. ഇപ്പൊ സെക്കൻഡ് ജേണൽ എൻട്രി അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? ഡൗൺ പേയ്മെന്റിനെ കുറിച്ചായിരിക്കും. ഡൗൺ പേയ്മെന്റ് കൊടുത്തു എന്നാണോ അല്ല വാങ്ങി എന്നാണോ? ഹയർ പർച്ചേസർ കൊടുത്തു. ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അത് വാങ്ങിയിട്ടുണ്ടാവും. അത് വാങ്ങിയിട്ടുണ്ടാവും. ശരിയല്ലേ? DP റിസീവ്ഡ്. ഇവിടെ പെയ്ഡ് ആണ് അല്ലെങ്കിൽ മെയ്ഡ് അല്ലെ. ഡൗൺ പേയ്മെന്റ് ഈസ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തു, ഇയാളത് വാങ്ങി, റിസീവ്. അടുത്തത് ഇൻട്രസ്റ്റ് ഡ്യൂ. ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ്, ഒരു കാറ് വാങ്ങിക്കാന്നിരിക്കാം. ഓക്കെ, ഞാൻ ഫിനിഷ് ചെയ്യുന്നത് 5 years കൊണ്ടാന്നിരിക്കാം. അപ്പൊ ഇവിടെ ഇയർ 1, 2, 3, 4, 5. അപ്പൊ ഞാന് ഈ ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ അസറ്റ് വാങ്ങിക്കുന്നത്. ശരിയല്ലേ? ഈ ഒരു പോയിന്റിലാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്? DP കൊടുക്കുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പം എഗ്രിമെന്റ് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ സൈൻ ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്? ഇനി ഈ വർഷാവസാനം എന്ത് ഡ്യൂ ആവും? ഇൻട്രസ്റ്റ് ഡ്യൂ. ഈ വർഷാവസാനം ഞാൻ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻസ്റ്റാൾമെന്റ് കൊടുക്കേണ്ടി വരും അല്ലെ? അപ്പം ആ ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇൻട്രസ്റ്റ് ബിക്കം ഡ്യൂ. കിട്ടാനുണ്ട് എന്നുള്ള ഇൻട്രസ്റ്റ് ആണോ അല്ലെ കൊടുക്കാനുണ്ട് എന്നാണോ? ഒരു ഹയർ പർച്ചേസറെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് എക്സ്പെൻസ് ഓർ ഇൻകം? എക്സ്പെൻസ് ആണ്. എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പൊ അത് എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. ശരി. ഇനി ഇപ്പുറം വന്നാലോ, ഇൻട്രസ്റ്റ് ബിക്കം ഡ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പലിശക്കാരൻ അല്ലെ, പലിശക്ക് കൊടുക്കുന്ന ആളെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്താണ്? ഭയങ്കര സന്തോഷമാണ് അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സങ്കടമുള്ള കാര്യമാണ് അല്ലെ. അയാൾക്ക് അത് ഇൻകം ആണ്, നമുക്കത് എക്സ്പെൻസ് ആണ്. അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട് എന്ന് കാണിക്കും. എന്ത് കാണിക്കും? ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട് എന്ന് കാണിക്കും. റെഡി അല്ലേ? ഓക്കെ, ഇൻട്രസ്റ്റ് ഡ്യൂ ആന്ന് കാണിച്ചു. ദെൻ നമ്മൾ എന്ത് കൊടുക്കും? ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കും. ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കും. ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ്. ആര്? ഹയർ പർച്ചേസർ. ഹയർ പർച്ചേസർ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കും. അടച്ചു കഴിഞ്ഞാൽ ആര് വാങ്ങും? ഹയർ വെൻഡർ. ഇയാൾ അടച്ചത് ആര് വാങ്ങിക്കോളൂ? ഇയാൾ വാങ്ങിച്ചോളൂ അല്ലെ. അപ്പം ഫോർത്ത് സ്റ്റെപ്പ് എന്താ? റിസീപ്റ്റ് ഓഫ് ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് റിസീവ്ഡ്. റെഡി? റെഡി. ഇനി ഇവിടെ മാത്രമുള്ള ഒരു ജേണൽ എൻട്രി ആണ് എന്ത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഹയർ പർച്ചേസർ എന്ത് ചെയ്തിട്ടുണ്ട്? അസറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അസറ്റ് കയ്യിലുള്ള ആളാണ് എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക അല്ലെ. വിറ്റ് അയാൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അയാളുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ചാർജ് ചെയ്യണ്ട. കാരണം അയാളുടെ അസറ്റ് അല്ല, ഗുഡ്സ് ആണ്. ഗുഡ്സിന്റെ മുകളിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറില്ല. അപ്പം ഹയർ പർച്ചേസർ പാസ് ചെയ്യേണ്ട ഒരു ജേണൽ എൻട്രി ആണെന്ത്? ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി. ഡിപ്രീസിയേഷൻ. ക്ലിയർ? ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി പർച്ചേസർ പാസ് ചെയ്യും. അത് എവിടെ ഉണ്ടാവില്ല? എവിടെ ഉണ്ടാവില്ല? ഹയർ വെൻഡറുടെ ബുക്കിൽ ഉണ്ടാവില്ല, ഹയർ പർച്ചേസറുടെ ബുക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇയാൾ വാങ്ങി വെച്ച അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു പോയി, ഡിപ്രീസിയേഷൻ നമ്മൾ പറഞ്ഞാണ് അല്ലെ. അത് ആരെ എഴുതും? ഹയർ പർച്ചേസർ എഴുതും.
ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഓപ്പൺ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് ആണ്, മറ്റൊന്ന് ഡിപ്രീസിയേഷൻ ആണ്. ഇൻട്രസ്റ്റ് ക്ലോസ് ചെയ്തു, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ഇവിടെ ഡിപ്രീസിയേഷൻ ക്ലോസ് ചെയ്യാൻ ഉണ്ടാവുമോ? എന്തേ ക്ലോസ് ചെയ്യാനുള്ളൂ? ഇൻട്രസ്റ്റ്. നമ്മൾ ഇൻട്രസ്റ്റ് ക്ലോസ്. സോ ദീസ് ആർ ദി important steps while preparing the books of accounts of hire purchaser and hire vendor. അപ്പൊ ഹയർ പർച്ചേസറുടെ ബുക്സിലുള്ള സ്റ്റെപ്സ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? അക്വിസിഷൻ ഓഫ് അസറ്റ് ഓർ പർച്ചേസ് ഓഫ് അസറ്റ്. അസറ്റ് നമ്മൾ വാങ്ങിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡൗൺ പേയ്മെന്റ് കൊടുത്തു. ഇത് രണ്ടും നടക്കുന്നത് ഒരേ ഡേറ്റിലാണ്, ഒരേ ടൈമിലാണ്, അല്ലെ? അടുത്തത് എന്താണ്? യെസ്, നമ്മൾ കൊടുക്കാനുള്ള ഡൗൺ പേയ്മെന്റും കഴിച്ച് ബാക്കി എത്ര എമൗണ്ട് കൊടുക്കാനുണ്ട് അതിന് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട് എന്ന് കാണിക്കും. ടു ബി പെയ്ഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ജേണൽ എൻട്രി എഴുതും. അടുത്തത് എന്താണ്? ഈ ഇൻട്രസ്റ്റ് അടക്കം മുതലിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻസ്റ്റാൾമെന്റ് കൊടുക്കണം. നമ്മൾ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കും, അല്ലെ? പേയ്മെന്റ് ഓഫ് ഇൻസ്റ്റാൾമെന്റ്. അത് കഴിഞ്ഞു. അടുത്ത എന്താണ്? നമ്മളെ കയ്യിൽ അസറ്റ് ഉണ്ട്. അസറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നോ ഡൗട്ട് നമ്മൾ അതിന് എന്ത് ചാർജ് ചെയ്യണം? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. എവറി ഇയർ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പൊ നമ്മൾ ചാർജിങ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇനി നമ്മൾ ക്ലോസിംഗിലേക്കാണ് പോകുന്നത്. രണ്ട് കാര്യങ്ങളാണ് ക്ലോസ് ചെയ്യാനുള്ളത്. എന്തൊക്കെയാ രണ്ട് കാര്യങ്ങള്? ഒന്ന് ഇൻട്രസ്റ്റ് ക്ലോസ് ചെയ്യണം, മറ്റൊന്ന് ഡിപ്രീസിയേഷൻ ക്ലോസ് ചെയ്യണം. അപ്പം ആറാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ക്ലോസിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഏഴാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ക്ലോസിംഗ് ഓഫ് ഡിപ്രീസിയേഷൻ. ആരുടെ ബുക്ക് ക്ലിയർ ആയി? പർച്ചേസറുടെ ബുക്കിലെ സ്റ്റെപ്പ് ക്ലിയർ ആയി. ജേണൽ എൻട്രി ക്ലിയർ ആയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇനി ഹയർ വെണ്ടറെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുക? സെയിൽ ഓഫ് ഗുഡ്സ് ഒന്നാം, അല്ലെ? അവർ കാറ് വാങ്ങുമ്പോൾ നമ്മൾ കാറ് വിറ്റു. രണ്ടാം സ്റ്റെപ്പിൽ അവർ ഡൗൺ പേയ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒന്നും വേണ്ട പറഞ്ഞിട്ടുണ്ടാവും. നോ, അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? ഡൗൺ പേയ്മെന്റ് റിസീവ് ചെയ്തിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട് എന്നാണോ ഇയാൾ എഴുതാ? കിട്ടാനുണ്ട് എന്നാണോ എഴുതാ? കിട്ടാനുണ്ട് എന്നുള്ള ഇൻട്രസ്റ്റ്, അല്ലെ? ഇൻട്രസ്റ്റ് ബിക്കം ഡ്യൂ, ഇൻകം ആയിട്ട് വരാനുണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. അടുത്തത് അയാൾ പർച്ചേസർ എന്ത് അടച്ചിട്ടുണ്ടാവും? ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. മീൻസ് റിസീപ്റ്റ് ഓഫ് ഇൻസ്റ്റാൾമെന്റ്. പരിപാടി കഴിഞ്ഞു. ഇനി ക്ലോസിംഗിലേക്കാണ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണോ? വേണ്ട. എന്റെ കയ്യിൽ അസറ്റ് ഉണ്ടോ? ഇല്ല. എന്റെ കയ്യിൽ ഉള്ളതിന് ഞാൻ ചാർജ് ചെയ്താൽ ഡിപ്രീസിയേഷൻ. ഇനി ക്ലോസിംഗ് ആണ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാത്തതുകൊണ്ട് ഡിപ്രീസിയേഷൻ ക്ലോസ് ചെയ്യണോ? എന്തേ ക്ലോസ് ചെയ്യാനുള്ളൂ? ഇൻട്രസ്റ്റ് മാത്രമേ ക്ലോസ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഇൻകം ആണ്. ഇൻകത്തെ അയാൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ലാസ്റ്റ് സ്റ്റെപ്പ് ക്ലോസിംഗ് ഓഫ്. ക്ലിയർ ആണോ? സ്റ്റെപ്പ് ക്ലിയർ ആയിട്ടുണ്ടോ എല്ലാവർക്കും? ഓക്കെ ആണോ? പെർഫെക്റ്റ് ആണോ? എന്നാലാണ് എനിക്ക് ജേണൽ എൻട്രി പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ജേണൽ എൻട്രിയും കൂടെ ഇതിൽ ഫിനിഷ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ജേണൽ എൻട്രി നല്ലോണം ശ്രദ്ധിച്ചോളാം. ഫസ്റ്റ് ജേണൽ എൻട്രി, അസറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു. അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. സാധാരണ ഒരു അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ജേണൽ എൻട്രി എന്താ? അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. ഇവിടെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. അപ്പോ ഒരിക്കലും ഒന്നും വരില്ല, അവിടെ ക്യാഷ് എന്ന് വരില്ല. പിന്നെ എന്താ ചെയ്യാ? ക്യാഷ് കൊടുത്തിട്ടുണ്ടോ? ബാങ്ക് കൂടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പം കടത്തിന് വാങ്ങിയല്ലേ? ആരെടുത്തുന്ന വാങ്ങിയത്? വെൻഡർ. സോ ജേണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹയർ വെൻഡർ അക്കൗണ്ട്. ഹയർ വെൻഡർ അക്കൗണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ജേണൽ എൻട്രി ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. അടുത്ത് ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നു. ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നു. ഇപ്പം ഇത് പ്രകാരം ഞാനിപ്പം 10 ലക്ഷം രൂപയുടെ അസറ്റാ വാങ്ങിയിരിക്കും. 10 ലക്ഷം. ഇപ്പൊ ഇയാൾക്ക് ഞാൻ എന്ത് ചെയ്യാണ്? 2 ലക്ഷം ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഹയർ വെൻഡർക്ക് കൊടുക്കാനുള്ളതിന്റെ അളവ് കുറയാണോ ചെയ്യുക? കൂടുകയാണോ ചെയ്യുക? കുറയും. എന്ത് ചെയ്യും? കുറയും. ഇപ്പം ക്രെഡിറ്റിൽ 10 ലക്ഷം കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ആയിട്ട് അയാൾ ഉണ്ട്, അല്ലെ? 10 ലക്ഷം കൊടുക്കാനുണ്ട്. അപ്പം അതിൽ 2 ലക്ഷം അയാൾക്ക് കൊടുക്കുന്നതിന് ഈക്വൽ അല്ലേ? ഇപ്പൊ ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഹയർ വെൻഡർ അക്കൗണ്ട്. ഹയർ വെൻഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. ക്യാഷ് ഓർ ബാങ്ക്.
ഹയർ വെൻഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പം ഹയർ വെൻഡർക്ക് 10 ലക്ഷം കൊടുക്കാനുള്ള എത്ര കൊടുത്തിട്ടുണ്ട്? 2 ലക്ഷം കൊടുത്തു. ഇനി എത്ര കൊടുക്കാനുള്ളൂ? 8. അപ്പം നമ്മൾ ഓർമ്മിക്കണം, ഹയർ വെൻഡർക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്, അയാൾ കൊടുക്കുമ്പോഴൊക്കെ അയാൾ ഡെബിറ്റ് ചെയ്ത് കുറയ്ക്കണം. റെഡി. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ബിക്കം ഡ്യൂ. അടുത്ത ജനറൽ എൻട്രി ഏതാണ്? ഇൻട്രസ്റ്റ് ബിക്കം ഡ്യൂ. നോക്കിയേക്കണേ, ഈ ഇൻട്രസ്റ്റ് പറയുന്നത് ഹയർ പർച്ചേസറെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണോ ഇൻകം ആണോ? എക്സ്പെൻസ് ആണ്. ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ഡെബിറ്റ് ആണ് ചെയ്യുക. മറ്റൊരു കാര്യം പറയട്ടെ, ഈ ഇൻട്രസ്റ്റ് വരുമ്പോൾ ഹയർ വെൻഡർക്ക് കൊടുക്കാനുള്ളതിന്റെ അളവ് കൂടുകയാണോ ചെയ്യുക കുറയുകയാണോ ചെയ്യുക? കൂടുക ചെയ്യുക. ഇൻട്രസ്റ്റ് വരുമ്പോ കൊടുക്കാനുള്ളതിന്റെ അളവ് കൂടുതൽ ചെയ്യുക. നമ്മൾ ബാങ്കിൽ നിന്ന് 1 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ട്, 10,000 രൂപ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാനുള്ളതിന്റെ അളവ് 1 ലക്ഷത്തിൽ നിന്ന് 1.10 മാറും. ശരിയല്ലേ? അപ്പം ക്രെഡിറ്ററുടെ അളവ് കൂടണമെങ്കിൽ അയാളെ വീണ്ടും ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ജനറൽ എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹയർ വെൻഡർ അക്കൗണ്ട്. ഹയർ വെൻഡർ ഇയാൾക്ക് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? 50,000 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കാൻ. ക്ലിയർ ആണോ? അടുത്ത ജനറൽ എൻട്രി എന്താണ്? വെൻഡർക്ക് പൈസ കൊടുക്കല്ലേ, ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കല്ലേ. അപ്പോൾ വെൻഡർക്ക് കൊടുക്കാനുള്ളതിന്റെ അളവ് കൂടുകയാണോ ചെയ്യുക കുറയാണോ ചെയ്യുക? ഞാനിപ്പം 3 ലക്ഷം രൂപ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നു. വെൻഡർക്ക് കൊടുക്കാനുള്ളതിന്റെ അളവ് കൂടുക കുറയോ? കുറയും. വെൻഡർക്ക് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് കുറയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ജനറൽ എൻട്രി ഹയർ വെൻഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. ഞാൻ പൈസ കൊടുത്തു. ക്ലിയർ? ഓക്കെ ആണോ? നമ്മളെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്, ആ അസറ്റിന്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ അസറ്റിന്റെ വാല്യൂ കൂടുകയാണോ ചെയ്യുക കുറയാണോ ചെയ്യുക? കുറയും. അസറ്റിന്റെ വാല്യൂ കുറയണമെങ്കിൽ അസറ്റിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, ഡിപ്രീസിയേഷൻ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട്. ഓക്കെ, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത്. ഇനി ക്ലോസിംഗ് ആണ്. ക്ലോസിംഗ് വളരെ സിമ്പിൾ ആണ്. 2 കാര്യങ്ങളാ ക്ലോസ് ചെയ്യാനുള്ളത്. എന്തൊക്കെയാണ് ക്ലോസ് ചെയ്യാനുള്ളത്? ഒന്ന് ഇൻട്രസ്റ്റ് ആണ് ക്ലോസ് ചെയ്യാനുള്ളത്, ഒന്ന് ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ നമ്മൾ പോയി നോക്കുക, ഇൻട്രസ്റ്റ് എവിടെയാണുള്ളത്? ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ ഉള്ളത്? ഇവിടെ വന്ന് നോക്കിയേ, എവിടെയുള്ളത്? ഡെബിറ്റിലാണുള്ളത്. ക്ലോസ് ചെയ്യണം എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എവിടെ കൊണ്ടുപോയിട്ടാ ക്ലോസ് ചെയ്യുന്ന അറിയാം? ക്ലോസിംഗ് ഒക്കെ ചെയ്യുന്ന എവിടെ കൊണ്ടുപോയിട്ടാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊണ്ടുപോയിട്ടാണ് ക്ലോസ് ചെയ്യുക. സോ ജനറൽ എൻട്രി, ഇപ്പം ഇൻട്രസ്റ്റ് ഡെബിറ്റിലാണുള്ളത്, ക്ലോസ് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഡെബിറ്റിലുണ്ട്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റിലുണ്ട്, ക്ലോസ് ചെയ്തു. ഓക്കെ ആണോ? ഓക്കെ, ശരി. ഇനി ഡിപ്രീസിയേഷൻ ക്ലോസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ എവിടെയുള്ളത്? ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ? ഡെബിറ്റില്ല. ക്ലോസ് ചെയ്യണം എന്ത് ചെയ്യണം? എവിടെ കൊണ്ടുപോയി ക്ലോസ് ചെയ്യണം? സോ ജനറൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ. ക്ലിയർ ആണോ? ജനറൽ എൻട്രി ക്ലിയർ ആണോ? എനി ഡൗട്ട്? ഏതെങ്കിലും ജനറൽ എൻട്രിയിൽ ഡൗട്ട് ഉണ്ടോ ചോദിച്ചാൽ? ജനറൽ എൻട്രി ഡൗട്ട് ഉണ്ടോ ചോദിച്ചാൽ? അപ്പൊ നമ്മള് ഹയർ പർച്ചേസറുടെ ബുക്കാണ് പറഞ്ഞത്. 7 സ്റ്റെപ്പ്. 1, അസറ്റ് വാങ്ങിക്കുന്നു, ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നു, ദെൻ ഇൻട്രസ്റ്റ് ബിക്കം ഡ്യൂ ആവുന്നു, ദെൻ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നു, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ക്ലോസ് ചെയ്യുന്നു, ദെൻ ഡിപ്രീസിയേഷൻ ക്ലോസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഹയർ പർച്ചേസറുടെ ബുക്കിൽ. ഇനി നമ്മൾ ഹയർ വെൻഡറുടെ ബുക്കിലേക്ക് പോകും. ഓക്കെ.